Dear students, ഇന്ന് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട്സ് എന്ന ചാപ്റ്ററിലുള്ള എക്സസൈസ് 6.3 ആണ് എടുക്കുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് കുഡ് ബി ദ പോസിബിൾ വൺസ് ഡിജിറ്റ്സ് ഓഫ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഈച്ച് ഓഫ് ദ ഫോളോയിങ്. അതായത് ഇതിന്റെ വൺസ് ഡിജിറ്റിൽ എന്താണ് വരിക സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് 1ൽ എൻഡ് ചെയ്യുകയാണെങ്കിൽ അതിന്റെ സ്ക്വയർ റൂട്ടിൽ എന്തായാലും എങ്ങനെയായിരിക്കും 9 × 9 81. അപ്പോൾ 1ലാണ് എൻഡ് ചെയ്യുക. അതുപോലെ 1 × 1 എന്ന് പറയുന്നതും 1ലാണ് എൻഡ് ചെയ്യുക. അപ്പോൾ വൺസ് ഡിജിറ്റിൽ ഏത് ഡിജിറ്റ് ആണ് വരിക വൺസ് പ്ലേസിൽ നിന്നാണ് ചോദ്യം. അപ്പം ആദ്യത്തെ ക്വസ്റ്റ്യന് 1 or 9. ഒന്നുമില്ലെങ്കിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 9 ആയിരിക്കും. 9 81 ആണ്. അപ്പോൾ 81 എന്നുള്ളത് 1ലാണ് എൻഡ് ചെയ്യുന്നത്. അതുപോലെ 6 വരികയാണെങ്കിൽ 6ന് നമുക്കറിയാം 4 4s are 16 ആണ്. അപ്പോൾ ഒന്നുമിലേക്ക് 4ലായിരിക്കും എൻഡ് ചെയ്യുക അല്ലെങ്കിൽ 6ലായിരിക്കും. 6 6 are 36. ഇനി തേർഡ് ക്വസ്റ്റ്യൻ അതേ തന്നെ 1ലായതുകൊണ്ട് 1 or 9 തന്നെ വരും. അതുപോലെ ഇത് 5ൽ അവസാനിക്കുന്ന നമ്പേഴ്സ് ഒക്കെ 5 തന്നെയായിരിക്കും. 5 5s are 25. അങ്ങനെ ഏത് 5ൽ എൻഡ് ചെയ്യുന്നതിനും 5 തന്നെയാണ് വരിക. ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിത്തൗട്ട് ഡൂയിങ് എനി കാൽക്കുലേഷൻ ഫൈൻഡ് ദ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഷുവർലി പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. ഇപ്പോൾ 153 257 408 441 ഇങ്ങനെയാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് പെർഫെക്റ്റ് സ്ക്വയറിൽ അതായത് 2 3 7 8 ഈ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന നമ്പേഴ്സ് ഒന്നും പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കില്ല. ഇതിലാണ് എൻഡ് ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആണ്. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആയിരിക്കില്ല. അപ്പോൾ ഇതിൽ നമുക്ക് അത്രേ പറയേണ്ടത് വിത്തൗട്ട് ഡൂയിങ് എനി കാൽക്കുലേഷൻ ഫൈൻഡ് ദ നമ്പേഴ്സ് വിച്ച് ആർ നോട്ട് ഷുവർലി പെർഫെക്റ്റ് സ്ക്വയർ. പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സ് ഏതാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ 153 നമ്പർ 153 ഈസ് നോട്ട് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ. പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്പർ എൻഡ് വിത്ത് 3 ആണ്. 3ൽ എൻഡ് ചെയ്യുന്നത് കൊണ്ട് പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല എന്ന് പറയാം. അതുപോലെ ഇത് 7ലാണ് എൻഡ് ചെയ്യുന്നത്, അതുകൊണ്ട് ആ നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ അല്ല. അതുപോലെ ഇത് 8ലാണ് എൻഡ് ചെയ്യുന്നത്, 8ൽ എൻഡ് ചെയ്യുന്ന നമ്പറും പെർഫെക്റ്റ് സ്ക്വയർ നമ്പർ ആയിട്ടില്ല. പക്ഷേ 441 എന്ന് പറയുന്നത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പറാണ്. അതിൽ അത്രയേ പറയേണ്ടൂ. അപ്പൊ ഇതിൽ ഓർമ്മിക്കേണ്ടത് ഇത്രയേ ഉള്ളൂ. 2 3 7 8 ഈ നമ്പേഴ്സിൽ ഒരു നമ്പർ എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വിത്തൗട്ട് എനി കാൽക്കുലേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ നമ്പറല്ല. ബാക്കിയെല്ലാം 0 1 ഇതിനിടയിൽ വരുന്ന എല്ലാ നമ്പേഴ്സും 0 വരും. 1 4 5 6 ഈ നമ്പേഴ്സ് എല്ലാം എന്തായിരിക്കും? പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് ആയിരിക്കും. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട്സ് ഓഫ് 100 and 169 ബൈ ദ മെത്തേഡ് ഓഫ് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കാണാനുള്ള ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ. ഓഡ് നമ്പേഴ്സിന് സബ്ട്രാക്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ലാസ്റ്റ് 0 കിട്ടും. 0 കിട്ടുമ്പോൾ അത്രയും നമ്പേഴ്സ് ആയിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഇവിടെ ഇപ്പോൾ 100ൻ്റെയാണ് നമുക്ക് കാണുന്നത്. 100ന്ന് 1 മൈനസ് ചെയ്യാം. 1 മൈനസ് ചെയ്യുമ്പോൾ 99. അടുത്ത ഓഡ് നമ്പർ എന്ന് പറയുന്നത് 3 ആണ്. 1 3 5 7 അങ്ങനെ പോകുന്ന നമ്പേഴ്സിനെയാണ് നമ്മൾ ഓഡ് നമ്പർ എന്ന് പറയുന്നത്. ഇനി 3 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 96. ഇനി 96ന്ന് 5 മൈനസ് ചെയ്യുക. അപ്പോൾ 91. 91ന്ന് നമുക്ക് 7 മൈനസ് ചെയ്യുക. 7 മൈനസ് ചെയ്യുമ്പോൾ 4 84. 84ന്ന് 9 മൈനസ് ചെയ്യുക. 9 മൈനസ് ചെയ്യുമ്പോൾ 5 75. 75ന്ന് 11 മൈനസ് ചെയ്യുക. 11 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ് വരിക? 4 60 64. 64ന്ന് 13 മൈനസ് ചെയ്യുക. 13 മൈനസ് ചെയ്യുമ്പോൾ 1 5 51. ഇനി 51ന്ന് 15 മൈനസ് ചെയ്യുക. 51ന്ന് 15 മൈനസ് ചെയ്യുമ്പോൾ 6 ഇവിടെ 4 ആവുമ്പോൾ 36. 36ന്ന് 17 മൈനസ് ചെയ്യുക. 17 മൈനസ് ചെയ്യുമ്പോൾ 9 ഇവിടെ 2 ആവുമ്പോൾ 19. അടുത്തത് 19 മൈനസ് 90 ഈക്വൽ ടു 0. ഇവിടെ നമുക്ക് 0 ആയി. അപ്പോൾ ഇത്രയും നമ്പർ 1 2 3 4 5 6 7 8 9 10. അപ്പോൾ 100ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 10 ആണ്. നമുക്കറിയാം 10 × 10 ആണ് 100.
അപ്പോൾ 10 നമ്പേഴ്സ് നമ്മൾ എത്ര നമ്പറാണോ സബ്ട്രാക്ട് ചെയ്യുന്നത് അതായിരിക്കും അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. ഇനി അതിൽ 169 ഇതേപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. റിപ്പീറ്റഡ് സബ്ട്രാക്ഷനിൽ എങ്ങനെ കണ്ടുപിടിക്കാം? അപ്പോൾ 169 മൈനസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 168 മൈനസ് 3 ഈക്വൽ ടു 165. 165 മൈനസ് 5 ഈക്വൽ ടു 160. 160 മൈനസ് 7 ഈക്വൽ ടു എത്രയാണ് വരിക? 153. 153 മൈനസ് 9. 153 9 മൈനസ് ചെയ്യുമ്പോൾ 4. 144. 144 മൈനസ് 11 ഈക്വൽ ടു 133. 133 മൈനസ് 30. ഇങ്ങനെ നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് പോകും. അപ്പോൾ 0 to 120. 120യിൽ നിന്ന് 15 മൈനസ് ചെയ്യുക. അപ്പോൾ 105 വരും. 105 മൈനസ് 17. 105 എന്ന് 17 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 88. ഇനി അടുത്ത 88 മൈനസ് 19. 88 എന്ന് 19 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 9 7 ആകുമ്പോൾ 6. 69 മൈനസ് 21 മൈനസ് ചെയ്യുമ്പോൾ ഇവിടെ 9 1 പോയ 8, 6 2 പോയ 4. 48 മൈനസ് 23 മൈനസ് ചെയ്യുമ്പോൾ 25. അപ്പോൾ 25 മൈനസ് 25 ഈക്വൽ ടു 0. അപ്പോൾ എത്ര നമ്പേഴ്സ് വന്നു നമുക്ക്? 1 2 3 4 5 6 7 8 9 10 11 12 13. അപ്പോൾ റൂട്ട് 169 എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 13 ആണ്. എത്ര നമ്പേഴ്സ് എടുത്തിട്ടാണ് നമ്മൾ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് 0 കിട്ടുന്നത്, അതാണ് അതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത്. 13 × 13 ആണ് 169. അപ്പോൾ ആദ്യത്തെ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ മെത്തേഡിൽ എങ്ങനെയാണ് നമ്മൾ സ്ക്വയർ റൂട്ട് കാണുന്നത്. അടുത്തത് പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെ ഒരു നമ്പറിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക എന്നുള്ളത്. ഫോർത്ത് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് ബൈ ദ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ്. പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ 729 നമുക്ക് 3 കൊണ്ട് ഡിവൈഡ്. 3 2s are 6. 12ൽ 4 3s are 12. 3 3s are 9. ഇനിയും 3 തന്നെ 8 3s are 24. 1 ഇനിയും 3 തന്നെ 27. 3 9 3. അപ്പോൾ 729 നമുക്ക് എങ്ങനെ എഴുതാം? 3 × 3 × 3. എത്ര 3 ഉണ്ട്? 6 3 ഉണ്ട്. അപ്പോൾ ഇതിൽ രണ്ടെണ്ണത്തിൽ നിന്ന് ഓരോന്ന് എഴുതുക. അപ്പോൾ റൂട്ട് 729 എന്ന് പറയുന്നത് 3 × 3 × 3 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 27. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് 400 എന്നുള്ളത് നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 2s are 4 2 0. പിന്നെയും 2 ആവുമ്പോൾ 100. ഇനിയും 2 ആണ് കൊടുക്കുന്നതെങ്കിൽ 5 50. വേണമെങ്കിൽ ഇവിടെ നമുക്ക് 5 കൊടുക്കാം. 5 കൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 50 ആയി. 10 എന്ന് പറയുമ്പോൾ പിന്നെയും 5 2. അപ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ 400ന് നമുക്ക് അതിൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 2 × 2 × 2 × 4 2 ഉണ്ട്. × 5 × 5. അപ്പോൾ ഇതിൽ ഇങ്ങനെ എടുക്കുക. 2 × 2 × 5. 2 × 2 × 5 എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് എത്രയാണ് വരുന്നത്? 420. അപ്പോൾ 20 ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് 1764. ഈവൻ നമ്പേഴ്സിൽ അവസാനിക്കുന്നതല്ല, നമുക്ക് 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 2s are 16 ആകുമ്പോൾ പിന്നെ 8 ഇവിടെ 2. പിന്നെ ഇനിയും 2 ഉണ്ട്. അപ്പോൾ തെറ്റിപ്പോവില്ല. ചെറിയ നമ്പേഴ്സ് എടുത്ത് ചെയ്യുകയാണെങ്കിൽ തെറ്റിപ്പോവില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ അതിൽ 4 2s are 8 1. ഇതിൽ 1ൽ എൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇനി നമുക്ക് 3ൽ ഡിവൈഡ് ആവുമോ നോക്കാം. 3 ആവുമ്പോൾ 1 14 ആവുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ആവും. 3 അപ്പോൾ 1 4 14ൽ 4 3s are 12. പിന്നെ 21 ആണ് വരുന്നത്. അപ്പോൾ 7. ഇനി ഇത് 7ൽ എൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് 7 കൊണ്ട് ഡിവൈഡ് ആവും. 2 1
7 3. അപ്പോൾ ഇവിടെ നമുക്ക് റൂട്ട് 1764 എന്ന് പറയുന്നത് എത്രയൊക്കെ കിട്ടുന്നത്? 2 2 ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 2 എഴുതുക. അതുപോലെ 2 3 ഉണ്ട്, ഒരു 3 എഴുതുക. 2 7 ഉണ്ട്, ഒരു 7. അപ്പോൾ 6 6 7s are 42. അപ്പോൾ അങ്ങനെ കിട്ടി. ഇനി അടുത്തത് അതിൽ 4096 എന്ന് പറയുമ്പോൾ ഇതിനെ 2 കൊണ്ട് നമുക്ക്, അതായത് ഈവൻ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്ന നമ്പറിൽ നിങ്ങൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ ചെറിയ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തെറ്റിപ്പോയില്ല. 2 2s are 4, 0, 4 2s are 8. ഇവിടെ 16 ആവുമ്പോൾ 8. ഇനിയും 2 കൊണ്ട് തന്നെ 2 1 0 2 4 2. അപ്പോൾ 5 1 2. അടുത്തത് 2 കൊണ്ടാവുമ്പോൾ 2 2s are 4. 11ൽ 5 2s are 10. 12ൽ 6 2. 2 കൊണ്ടാവുമ്പോൾ 1 2 2s are 4. 16ൽ 8 2 6 4 2. ഇനി വേണമെങ്കിൽ നമുക്ക് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം, അല്ലെങ്കിൽ 2 തന്നെ എടുക്കുന്നതെങ്കിലും കുഴപ്പമില്ല. 3 2s are 6 2 1 6. ഇവിടെ വേണമെങ്കിൽ 4 4s are 16. നമുക്കറിയാമല്ലോ. പിന്നെയും 2 2 ഇങ്ങനെ എഴുതുന്നതിന് പകരം 2 4 കിട്ടുകയും ചെയ്തു. 4 4s are 16 ആയി. അപ്പോൾ ഇവിടെ റൂട്ട് 4096 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെയാണ് വരുന്നത്? 2 2ൽ നിന്ന് ഓരോ 2 എഴുതുക. അപ്പോൾ 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 4. അപ്പോൾ 4 4s are 16. 16 ഇൻറ്റു 4 എന്ന് പറയുന്നത് 64. അപ്പോൾ അതിൻ്റെ ആൻസർ 64. ഇനി അടുത്തത് അതിൽ 7744 ആണുള്ളത്. അപ്പോൾ 7744 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഈവൻ നമ്പേഴ്സിൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ 2 കൊണ്ട് എടുത്ത് 3 2s are 6. ഇനി 17 ആണുള്ളത്. 17 ആകുമ്പോൾ 8 2s are 16. പിന്നെ 1 റിമൈൻഡർ. അപ്പോൾ 14 എന്ന് പറയുന്നത് 7 2s are 14. 2 2s are 4. അടുത്തത് 2 1. ഇവിടെ 18 ആവുമ്പോൾ 9. 3 2s are 6. 12 ആവുമ്പോൾ 6. അടുത്തത് 2 9 2s are 18. 13ൽ 6 2s are 12. ഇനി അടുത്തത് 8. ഇനി 2 4 2s are 8. 16ൽ 8 2s are 16. 4 2s are 8 2. ഇവിടെ 2 4 2. അടുത്തത് 2 1 2 1 121 വന്നു കഴിഞ്ഞാൽ ഇത് നമുക്ക് 11 ഇൻറ്റു 11 മാത്രമേ എഴുതാൻ കഴിയുള്ളൂ. 11 ഇൻറ്റു 11 ആണ് 121. വേറൊരു നമ്പർ കൊണ്ടും അതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 7744 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 2 ഇൻറ്റു 2 ഇൻറ്റു 2 ഇൻറ്റു 11. ഓരോന്നിൽ ഓരോ 2. അപ്പോൾ 4 2s are 8. 8 ഇൻറ്റു 11 88. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്തത് 9604. 9604 എന്ന് പറയുമ്പോൾ ഇവിടെയും നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 4 2s are 8. 16ൽ 8 2s are 16. 0 2. അടുത്തത് 2 2s are 4. 4 2s are 8. 0 1. അടുത്തത് 1ൽ എൻഡ് ചെയ്യുന്നത് കൊണ്ട് ഇത് 7 കൊണ്ട് ഡിവൈഡ് ആവുമോ നോക്കാം. 7 3s are 21. 21 ഇവിടെ 3 30ൽ 28 3. അടുത്തത് 7 വേറെ നമ്പർ കൊണ്ട് അത് ഡിവൈഡ് ആവില്ല. അതുപോലെ 343 എന്ന് പറയുമ്പോൾ 7 ക്യൂബാണ് ശരിക്കും 343 എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 428 63 എന്ന് പറയുമ്പോൾ 9 7 7. ഇപ്പോൾ ചില നമ്പേഴ്സ് നമുക്ക് വേറെ ഏത് നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ളതെല്ലാം ഒന്ന് ഓർമ്മിച്ച് വെക്കാം. അപ്പോൾ റൂട്ട് 9604 ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒരു 2 അതുപോലെ 2 7. 4 7 ഉണ്ട്. അപ്പോൾ 2 7 റൂട്ടിൽ നിന്ന് പുറത്ത് വരുമ്പോൾ 2 7. 14 ഇൻറ്റു 7 28 2 98 ആണ് അതിൻ്റെ ആൻസർ. ഇനി അതിൽ 5929
9 കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് നോക്കും. ഇത് 3 കൊണ്ട് ഡിവൈഡ് ആവൂല, ഇവിടെ 7 കൊണ്ട് മാത്രമേ ഡിവൈഡ് ആവുള്ളൂ. അപ്പോൾ 7 കൊണ്ടാവുമ്പോൾ 8 7s are 56. 56 ആവുമ്പോൾ ഇവിടെ 32. 32ൽ 4 ടൈം വരും. 7 4s are 28. അപ്പോൾ 49ൽ 7. അടുത്തതും 7 കൊണ്ട് തന്നെയാണ് നമുക്ക് ഡിവൈഡ് ആവുക. 1 ഇവിടെ 14ൽ 2 ഇവിടെ 1. അടുത്തത് 121 വന്നാൽ 11. അപ്പോൾ 11. അപ്പോൾ റൂട്ട് 5929 എന്ന് പറയുന്നത് 7 × 11 ദാറ്റ് ഈസ് ഈക്വൽ ടു 77. ഇനി അതിൽ 9216 9216 എന്ന് പറയുമ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 4 2s are 8. 12ൽ 6 ഇവിടെ പോവില്ല, അപ്പോൾ 0 8. കാരണം 1ൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അടുത്ത നമ്പർ എടുക്കുമ്പോൾ നമ്മൾ 0 കൊടുക്കുക. 8 2s are 16. ഇനി 2 2s are 4. 3 2s are 6. 0 4 2 1 1 10ൽ 5 2 2 5 2s are 10. 15ൽ 7 2s are 14 6 2 2 2s are 4. 17ൽ 8 2s are 68. ഇനി 2 1 4 4. ഇനി 144 എന്നുള്ളതും 2 ഇങ്ങനെ എഴുതുക. 144 എന്ന് പറയുമ്പോൾ 7 2 2 3 6 2 18 2 9 3 3. ഇത്രയാണ് വരുന്നത്. അപ്പോൾ റൂട്ട് 9216 എന്ന് പറയുന്നത് നമുക്ക് എത്രയാണ്? 1 2 3 4 5 5 2 ഒരു 3 1 2 3 4 5. അപ്പോൾ 4 16 16 × 2 32 32 × 3 എന്ന് പറയും 32 × 3 96. അതിൻ്റെ ആൻസർ 96. ഇവിടെ 529 എന്ന് പറയുന്നത് എപ്പോഴും ഓർമ്മിക്കുക, 23 × 23 മാത്രമാണ് 529 ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ റൂട്ട് 529 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23. അടുത്തത് 8100. അപ്പോൾ ഇത് 0ൽ അവസാനിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 2 കൊണ്ടാകുമ്പോൾ 4 2s are 8 0 5. അതായത് 4 2s are 8. 1ൽ പോവില്ല, അപ്പോൾ 10 എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ 0 കൊടുത്തു. 5 2s are 10. ഇനി 0 2 2 2s are 4 0 2 5. 5ൽ എൻഡ് ചെയ്യുന്നതല്ല, നമുക്ക് എന്ത് ചെയ്യാം, 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 5 4 ഇവിടെ 2ൽ പോവില്ല 0. അപ്പോൾ 5 5 8 1. ഇനി 3 27 3 9 3 3. അപ്പോൾ റൂട്ട് 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും എത്രയാണ് വരുന്നത്? 9 9s are 81 ആണ്. അപ്പോൾ 90 ആണ് നമുക്ക് ആൻസർ കിട്ടേണ്ടത്. കറക്റ്റാണ്. അപ്പോൾ 2 × 5 × 3 × 3. അപ്പോൾ 990. അപ്പോൾ അങ്ങനെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡിൽ അതിൻ്റെ സ്ക്വയർ റൂട്ട് കാണുക. അതുപോലെ റിപ്പീറ്റഡ് സബ്ട്രാക്ഷൻ 2 മെത്തേഡിലാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.